നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം രൂപീകരിച്ചത് 1949 ജൂലൈ 1. കേരളത്തിൻ്റെ തലസ്ഥാന നഗരം തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ പഴയ പേര് സ്വാനന്തപുരം. കൊട്ടാരങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായത് 1937. ഇപ്പോൾ അറിയപ്പെടുന്നത് കേരള സർവകലാശാല. കാന്തല്ലൂർ സാല അറിയപ്പെട്ടിരുന്നത് ദക്ഷിണ നളന്ദ. ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരം. തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. ആദ്യമായി പൂർണ്ണമായും വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം. പ്രഥമ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം. ആദ്യത്തെ സംസ്കൃത കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ തെക്കേ അറ്റം കളിയിക്കാവിള. കേരളത്തിലെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം പാറശാല. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാമല. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയണി. കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാര്യവട്ടം. കേരളത്തിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം പാറോട്ടുകോണം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുക്കാൽത്തേരി കാട്ടാക്കട. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. പൊന്മുടി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി അരിപ്പ. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ എനർജി പവർ പ്രോജക്റ്റ് വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി വഞ്ചിയൂർ. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമന പാലം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം 1991. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ചെക്ക് പോസ്റ്റ് അമരവിള. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം മരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് കോംപ്ലക്സ് പിരപ്പൻകോട്. കേരളത്തിലെ നെയ്ത്തുകാരണ നഗരം ബാലരാമപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. പോലീസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പട്ടം. കേരളത്തിലെ ആദ്യത്തെ പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാട്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം. കേരളത്തിലെ നെയ്ത്ത് പട്ടണം ബാലരാമപുരം. ബാലരാമപുരം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണിത്തമ്പി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരം. കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. എയ്ഡ്സ് രോഗികൾ കൂടുതൽ ഉള്ള ജില്ല തിരുവനന്തപുരം. വിവാഹമോചനം കൂടിയ ജില്ല തിരുവനന്തപുരം.
ഗോൾഫ് ക്ലബ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1940. ലണ്ടനിലെ എക്സ്പീരിയോളജി എന്ന സ്ഥാപനം നടത്തിയ ഓൺലൈൻ വോട്ടിങ്ങിൽ ലോകത്തിലെ പുത്തൻ സ്റ്റേഡിയങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയ സ്റ്റേഡിയം കാര്യവട്ടം സ്പോർട്സ് ഹബ്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ മാരിലാൻഡ് സ്ഥാപിതമായത് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി വാമനപുരം 88 കിലോമീറ്റർ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. കേരളത്തിലെ തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയണി കായൽ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കാട്ടാക്കട. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ കാട്ടാക്കട. ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ്. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തു കേന്ദ്രം നെയ്യാർ ഡാം. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ആദ്യത്തെ ബ്രെയിൻലി പ്രസ് ആരംഭിച്ചത് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാമല. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷറി കാട്ടാക്കട. ദക്ഷിണേന്ത്യയിലെ ആദ്യ UAE കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നഗരം തിരുവനന്തപുരം. ഉദ്ഘാടനം ചെയ്തത് P. സദാശിവം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമാകുന്ന നഗരം തിരുവനന്തപുരം. G20 ദക്ഷിണേന്ത്യൻ മതസൗഹൃദം സമ്മേളനത്തിന് വേദിയായ നഗരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂർ. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് പട്ടം. ഇന്ത്യയിൽ തിരമാലിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ സംരംഭം ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5. തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. മീൻമുട്ടി കൊമ്പൈക്കാണി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളം, പൊന്മുടി, വർക്കല എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പാപനാശം എന്നറിയപ്പെടുന്ന കടപ്പുറം വർക്കല കടപ്പുറം. ആഴിമല ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സോതിരുന്നാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാകൂടം നെടുമങ്ങാട് താലൂക്ക്. ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ ബയോ 360. ആദ്യത്തെ നിർഭയ ഷെൽട്ടർ തിരുവനന്തപുരം. തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്ത വർഷം 1950. പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 22. ഉദ്ഘാടകൻ KR നാരായണൻ. കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം 1855. കേരളത്തിലെ ആദ്യ മൃഗശാല സ്ഥാപിക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം 1857. കേരളത്തിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കപ്പെട്ട ജില്ല തിരുവനന്തപുരം 1939. കേരളത്തിലെ തലസ്ഥാനം തിരുവനന്തപുരം. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ: ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാളികേര വികസന കോർപ്പറേഷൻ, ഹാൻഡിക്രാഫ്റ്റ്സ് കോർപ്പറേഷൻ, കേരള ഓട്ടോമൊബൈൽസ്, പൈലോപ്പള്ളി സാംസ്കാരിക നിലയം, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം, നാഷണൽ സീഡ് കോർപ്പറേഷൻ, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, നബാർഡ്, കേരള ടൂറിസം വികസന കോർപ്പറേഷൻ, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം,
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, സ്റ്റേറ്റ് ഫിഷറീസ് കോർപ്പറേഷൻ, ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, ടെക്നോ പാർക്ക്, സിഡിറ്റ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി ട്രാവൻകൂർ റബ്ബർ ഫാക്ടറി. വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലോട്. കേരളത്തിൽ ആദ്യത്തെ ഹോമിയോ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. ജനറൽ ആശുപത്രി സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവ്. തിരുവനന്തപുരം ആശുപത്രി സ്ഥാപിച്ചത് തിരുനാൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് 1951. കേരളത്തിൽ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് നെയ്യാറ്റിൻകര. സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ സ്മാരകമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ. ഇന്ത്യയിൽ ആദ്യ മാജിക് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുര, തിരുവനന്തപുരം, മുതുകാട് മാജിക് അക്കാദമി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണമൂല. അനന്തൻകാട് എന്നറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം. ചീന കളിമൺ നിക്ഷേപം കൂടുതലായുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം വർക്കല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. യൂണിവേഴ്സിറ്റി പദവിയുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. റീജിയണൽ ക്യാൻസർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. രാമവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പുലയന്നാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. പുരാതന കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രതീര പട്ടണം വിഴിഞ്ഞം. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ആഘോഷം ആറ്റുകാൽ പൊങ്കാല. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഓട്ടോമൊബൈൽസിൻ്റെ ആസ്ഥാനം കഴക്കൂട്ടം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് സ്ഥിതി ചെയ്യുന്നത് പേരൂർക്കട. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചുവേളി. ലോകത്ത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ഉത്സവം ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത്? ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരം ലോട്ടസ് ടെമ്പിൾ, ശാന്തിഗിരി ആശ്രമം, പോത്തൻകോട്. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നടപ്പിലാക്കിയ ആദ്യ നഗരം തിരുവനന്തപുരം, 1938. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം. മതിലകം രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാറോട്ടുകോണം. മരിച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഗോൾഫ് ക്ലബ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമന. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. ഉദ്ഘാടനം ചെയ്ത വർഷം 1869. ഉദ്ഘാടനം ചെയ്തത് ആയില്യം തിരുനാൾ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രതിമ ടി മാധവറാവു. പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് കെ ആർ നാരായണൻ, 1998 മെയ് 23. കേരളത്തിലെ ആദ്യ വനിതാ കോളേജ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ റേഡിയോ നിലയമായ തിരുവനന്തപുരം സ്റ്റേഷൻ സ്ഥാപിതമായ വർഷം 1943. കേരളത്തിൽ ആദ്യമായി അമ്മത്തൊട്ടിൽ സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം, 2002 നവംബർ 14. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം സ്ഥാപിതമായ വർഷം 1982. ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല തിരുവനന്തപുരം.
കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി, ഫൈൻ ആർട്സ് കോളേജ് എന്നിവ സ്ഥാപിതമായ ജില്ല തിരുവനന്തപുരം. ഗുരു ഗോപിനാഥ് നടന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ DNA ബാർ കോഡിംഗ് കേന്ദ്രം സ്ഥാപിച്ചത് പുത്തൻതോപ്പ്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട്. കേരളത്തിലെ ആദ്യ അടിപ്പാത നിർമ്മിതമായത് തിരുവനന്തപുരം പാളയം അടിപ്പാത. കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം. ശുകഹരിണപുരം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലം കിളിമാനൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആക്കുളം. കേരളത്തിലെ ആദ്യ മെട്രോ നഗരമായി തിരുവനന്തപുരത്തെ പ്രഖ്യാപിച്ച വർഷം 2010. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ക്രിസ്തുവിൻ്റെ പ്രതിമ, മാർ ബസേലിയസ് കോളേജ്, തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ശ്രീ ചിത്തിര തിരുനാൾ, കേരള സർവകലാശാല ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ആനിമേഷൻ പാർക്ക് കിൻഫ്ര പാർക്ക്. പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായ കാന്തല്ലൂർ ശാല സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലൂർ. തെക്കേ ഇന്ത്യയിലെ ആദ്യ സ്ഥിര ലോക അദാലത്ത് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ. ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതി. കേരളത്തിലെ ആദ്യ ATM തിരുവനന്തപുരത്ത് ആരംഭിച്ച ബാങ്ക് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ്, 1992. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യ തുറന്ന വനിതാ ജയിൽ പൂജപ്പുര. ജിമ്മി ജോർജ് സ്റ്റേഡിയം, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടം. കേരളത്തിലെ ആദ്യ IG ആയിരുന്ന ചന്ദ്രശേഖരൻ നായരുടെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ച സ്റ്റേഡിയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ചിത്രാഞ്ജലി സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചത് 1980 നവംബറിൽ തിരുവല്ലത്ത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.